നേരത്തെ കൊണ്ടുവന്നിരുന്ന അതേ ഫോർമുല തന്നെ ഈ തവണയും യൂസ് ചെയ്യണമെന്നാണ് ആ റിപ്പോർട്ടിൽ എഴുതിയിരുന്നത്. ആ റിപ്പോർട്ടിൽ അങ്ങനെ എഴുതിയെന്ന് നിങ്ങൾ കണ്ടെങ്കിൽ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കണേ? എന്തിനാണ് മന്ത്രിസഭ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? മന്ത്രിസഭ കുട്ടികൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തത്. അത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുലയെ മുൻനിർത്തി തന്നെയാണ്. അതിലിപ്പോഴും യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അല്ല, അത്തരമൊരു ഫോർമുല ശുപാർശ ചെയ്തിരുന്നോ എക്സ്പെർട്ട് കമ്മിറ്റി 5:3:1? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. നിങ്ങളൊക്കെ വലിയ CID-കളാണല്ലോ. നടപ്പിലാക്കിയെന്നൊരു തോന്നലുണ്ട്. കാരണം അങ്ങനെ അതിപ്പോ എക്സ്പെർട്ട് കമ്മിറ്റി തന്നെ പറഞ്ഞത് സാവധാനം നടപ്പിലാക്കിയാൽ മതി, ഇത്ര ധൃതി വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പുതിയ എക്സ്പെർട്ട് കമ്മിറ്റിക്ക് ധൃതി വേണോന്നുള്ളതല്ല. ഇത് ഒരുപാട് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവർക്ക് നീതി ലഭിക്കണം എന്നുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോഴും എല്ലാ വിദ്യാർത്ഥികൾക്കും നീതി ലഭിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. അത് തന്നെയാണ് എനിക്കുള്ളത്. അത്രയാ കാര്യം. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികള് പുറകിലേക്ക് പോയെന്ന് നിങ്ങൾ പറയുന്നു. അതിപ്പോ നമ്മൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർമുല അല്ല. 2012 മുതൽ നിലവിലുള്ളതാണ്. 11 ആ തീരുമാനത്തിലെത്തി. 2012 മുതൽ നിലവിലുള്ള ആ ഫോർമുല അനുസരിച്ച് ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പുറത്തുപോയെന്ന് നിങ്ങൾ പറയുന്നത്. അല്ലാതെ അത് ഈ സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമല്ല, ഫോർമുലയല്ല. മാറ്റാമായിരുന്നില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. ഇത് കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല. വലിയ കോടതിയാവണ്ട.